ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജിതാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു റൗണ്ട് ടോപ്പ് വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. പലാസോയുടെ കൂടെയും ജീനിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വളരെ കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ട, സ്റ്റിച്ച് ചെയ്യേണ്ട, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ 1.5 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 1.25 ഇഞ്ചോളം വേണ്ടി വരും. നമ്മുടെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് മീറ്ററും കൂടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ വീതിക്ക് 2 ക്ലോത്തിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വീണ്ടും നീളത്തിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നോർമൽ നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വീതിക്ക് ഫോൾഡ് ചെയ്തു. അതിന് ശേഷം ഇതാ നീളത്തിൽ ഒന്നുകൂടി നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തു. കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വശം നിങ്ങൾക്ക് കാണാം 1, 2, 3, 4 പീസായിട്ടാണുള്ളത്. എന്നാൽ ഇതിൻ്റെ മുകൾ വശം വരുന്നത് ഫുള്ള് ഫോൾഡ് ചെയ്ത രീതിയിലാണ്. എന്നാൽ ഈ ഒരു സൈഡ് വരുന്നത് 2 ഫോൾഡിംഗ് ആയിട്ടാണ്. ഇത് ഞാൻ അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഇറക്കം നോക്കാം. 27 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത്. 26 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമാണ് കേട്ടോ കൂട്ടുന്നത്. നമുക്ക് മുകൾ വശത്ത് ഷോൾഡർ ഒന്നും ജോയിൻറ്റ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് താഴ്വശം ഫോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക, അത്രയേ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ അങ്ങനെയൊന്നും മാർക്ക് ചെയ്യേണ്ടതില്ല. ഈ ഒരു മുകൾ വശം വരുന്നതാണ് സ്ലീവിൻ്റെ ഭാഗത്തേക്കായി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ലീവ് പോലെ വരുന്നത് ആ ഒരു ഭാഗമാണ്. അവിടെ നമ്മൾ ഷോൾഡറോ കൈക്കുഴി അങ്ങനെയൊന്നും മാർക്ക് ചെയ്യുന്നില്ല. ഡയറക്റ്റ് നെക്ക് മാത്രമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോണ് കണ്ടോ, ഈ ഒരു കോണിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്ക് നോർമലി ഞാൻ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ച് വരും. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് വീതി കൂട്ടിയിട്ടാണ് കേട്ടോ നെക്ക് എടുക്കുന്നത്. ഒരു 4 ഇഞ്ചോളം നെക്കിൻ്റെ വീതി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ 3.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇവിടെ ഞാനിതാ കറക്റ്റായിട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അതുപോലെ നെക്കിൻ്റെ ഇറക്കമാണ് ഇനി വരുന്നത്. നെക്കിൻ്റെ ഇറക്കം നോർമലായിട്ട് ഞാൻ 6 ഇഞ്ചാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ 6 ഇഞ്ച് കൊടുക്കുന്നില്ല, 3 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ചെറിയ നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. വീതി കൂട്ടിയത് കൊണ്ട് തന്നെ നമുക്കത് പ്രോബ്ലം വരുന്നില്ല. അതുപോലെ തന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ആ ഒരു 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിത് ഇതുപോലെ ഇറക്കം മാർക്ക് ചെയ്തു. ഇനി നമുക്കതിനെ ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നോർമലി നെക്കിന് ചെയ്യുന്നത് പോലെ തന്നെ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കേർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷെയ്പ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്നും നേരെ നമ്മുടെ ഇറക്കത്തിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊണ്ടുപോവുക. നീളത്തിലും മാർക്ക് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ മുകളിൽ നിന്ന് തന്നെ ചരിച്ച് കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ വളരെ ചെറിയ രീതിയിലൊന്ന് ചരിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കേർവ് ചെയ്തിട്ട് നമ്മുടെ ഇറക്കത്തിലേക്ക് കൊണ്ടുപോവുക. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും കട്ട് ചെയ്യാനില്ല. നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു റൗണ്ട് പോയിൻറ്റും അതുപോലെ തന്നെ നെക്കും മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. കണ്ടോ, നമ്മളിവിടെ കറക്റ്റായിട്ടിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും താഴ്വശം ആ ഒരു റൗണ്ട് വരുന്ന ഭാഗമില്ല, അതൊന്ന് വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ നോർമലായിട്ട് വളരെ നേരിയ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഓവർലോക്കാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് ഞാനിവിടെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക്
ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ചില സമയത്ത് നമുക്ക് 2 പീസ് വേണ്ടി വരും. അത് നീളം എത്താത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ 2 പീസിൻ്റെയും നല്ല വശം ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്യണം. എന്നിട്ടിതാ നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തെടുത്താൽ ഇങ്ങനെ കിട്ടും നമുക്ക് വലിയൊരു പീസായിട്ട്. ഇനി നമുക്കിതിനെ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇതിൻ്റെ മോശം വശത്ത്, അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശത്ത് ഈ ഒരു പീസ് വെക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഇതിൻ്റെ എൻഡ് വരെ മൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എൻഡ് എത്തുമ്പോൾ അവിടെയും നമ്മളൊരു 1 ഇഞ്ചോളം ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റാർട്ട് ചെയ്തില്ലേ, അതും എൻഡിങ്ങും തമ്മിൽ ഒരു കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ. അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ചരടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നോർമലി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്താൽ ചെയ്യുന്നില്ല, അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ വളരെ സിമ്പിളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചിടാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല വശത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ആ ഒരു പീസിൽ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും മുഴുവനായിട്ടും ഫ്രണ്ട് ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് ആ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മുഴുവൻ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത മുഴുവനും ഫ്രണ്ട് വശത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ സൈഡ് നമുക്കിതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് മുഴുവനും നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡ് വരുമ്പോഴും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്തതിൻ്റെ മുകളിലാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഗ്യാപ്പ് വേണം. കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് ചരടിട്ട് കൊടുക്കാൻ പറ്റൂ. കഴുത്തൊന്ന് കുറച്ച് വലിച്ച് നമുക്ക് കെട്ടിട്ട് കൊടുക്കേണ്ടി വരും. കണ്ടോ, അപ്പം ഇതുപോലെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ചരടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് ചരടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വലിച്ച് നമുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഒത്തിരി വേണ്ടി വരില്ല, പക്ഷെ വളരെ കുറച്ച് ടൈറ്റാക്കേണ്ടി വരും. ഇനി നമുക്കിതിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ മുകളിൽ വരേണ്ടത്. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയല്ല, ഇതിൻ്റെ നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാറാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു ടോപ്പാണെങ്കിൽ അങ്ങനെ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അളവിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടുന്ന് നേരെ മുകളിലേക്ക് ആ കൈക്കുഴി വരുന്നത് വരെ, അങ്ങ് കൈക്കുഴിയുടെ അടുത്ത് വരെ പോയിട്ട് ചെയ്യേണ്ട, കറക്റ്റായിട്ടൊരു കൈക്കുഴി വരുന്ന ആ ഒരു പോയിന്റ് വരെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാർക്കിങ് മാത്രമേ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ 2 സൈഡിലും കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്ത് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ കുട്ടികൾക്ക് ഉള്ള ഒരു മോഡൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കുറച്ച് ടീനേജേഴ്സിനും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ചരടിൽ എന്തെങ്കിലും ഒരു ഹാങ്ങിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ സെയിം ക്ലോത്ത് തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴ്വശം കുഞ്ഞു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താലും മതി. അതിന് ശേഷം നമ്മളതിനെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. കണ്ടോ, 2ആയിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തു. നല്ല വശം മുകളിൽ വരുന്ന വിധത്തിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ചരട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്, കണ്ടോ, ചരട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു മുകൾ വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ചരടിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്തത്. എന്നിട്ട് മുകൾ വശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. രണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴ്വശത്തേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ടൊരു ഹാങ്ങിങ്ങും ആയി. കണ്ടോ, നമ്മുടെ ഡ്രസ്സ് ഫിനിഷായിട്ടുണ്ട്. ഞാൻ ഒത്തിരി കട്ടിങ്ങും അതുപോലെ ഒത്തിരി കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ എനിക്ക് 9 മിനിറ്റേ ആയിട്ടുള്ളൂ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മിനിമം നിങ്ങൾക്ക് ഒരു 5-6 മിനിറ്റിനുള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണിത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.